യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. എഫീസ്യർ ലേഖനം 1-ാം അധ്യായം 7-8 വേദഭാഗങ്ങൾ ഇന്നത്തെ ധ്യാനത്തിനായി വായിക്കുന്നു. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നതായ കാര്യം എഫീസ്യർ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നാം വായിച്ചല്ലോ, അവനിൽ കർത്താവ് യേശുക്രിസ്തുവിൽ. തൊട്ട് മുമ്പിലത്തെ 6-ാം വാക്യത്തിൽ പ്രിയനായവനിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേ പ്രയോഗം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പ്രിയനായവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇവിടെ അതിക്രമങ്ങൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പാപത്തെയാണ്. പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. വളരെ സ്പെസിഫിക്കായിട്ട് ഇവിടെ പറയാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ആണ് നമ്മളുടെ വീണ്ടെടുപ്പ് സാധ്യമായിത്തീരുന്നത്. ഇവിടെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് വചനത്തിലൂടെ ചിന്തിക്കുന്നത് പോലെ ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം, അതാണ് റിഡംഷൻ എന്ന് പറയുന്നത്. അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പാപത്തിൽ അകപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് അതിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടുന്നത് എപ്രകാരമാണ്? അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ അവന് ആ സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ റിഡംഷൻ അഥവാ വീണ്ടെടുപ്പ് ലഭിക്കുകയുള്ളൂ. മറ്റൊരു വിലയും അതിനായില്ല. ഒരു അടിമയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ അവന് ഒരു റാൻസം കൊടുത്തേ മതിയാവുകയുള്ളൂ. ആ റാൻസം അഥവാ മറുവില ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. പാപം ചെയ്തതായ ഒരു വ്യക്തി പിശാചിൻ്റെ അടിമയായിട്ട് മാറുകയാണ്. പക്ഷേ അവനെ സ്വതന്ത്രനാക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് മറുവിലയായി ദൈവം നമുക്കായി നൽകിയിരിക്കുന്നത്. ഒരിക്കലും ചിന്തിക്കരുത് യേശുക്രിസ്തുവിൻ്റെ ഫിസിക്കലായിട്ടുള്ള ബ്ലഡാണ് ഇതിനായി സഹായിക്കുന്നതെന്ന്. നമുക്കായി യേശുക്രിസ്തു പ്രതിനിധിയായി നിന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന കാര്യം. നമ്മുടെ സ്ഥാനത്താണ് യേശുവായിരുന്നത്. നമ്മുടെ പാപമാണ് അവൻ വഹിച്ചത്. നമ്മുടെ ശാപത്തെയാണ് അവൻ ചുമന്നത്. നമുക്കറിയാവുന്ന പോലെ യേശു ഒരിക്കലും പാപിയായിരുന്നില്ല. അവൻ പാപം അറിയാത്തവനാണ്. പക്ഷേ എല്ലാവർക്കും വേണ്ടി അവൻ പാപമായി തീർന്നു. ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി വഹിച്ചതായ ഈ കാര്യങ്ങൾ, അതാണ് നമ്മുടെ വീണ്ടെടുപ്പിന് കാരണമായി തീരുന്നത്. പക്ഷേ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന പോലെ യേശുക്രിസ്തു ഒരിക്കലായി ചെയ്ത ഈ യാഗത്തെ, ആ പ്രവൃത്തിയെ നമ്മൾ വിശ്വസിക്കുകയും അതെൻ്റെ പേർക്കാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹം എന്താണ്? ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ വീണ്ടെടുപ്പ് അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഇതാണ് ഒരു സ്വർഗീയ അനുഗ്രഹം എന്ന് പറയുന്നത്. 1-ാം അധ്യായം 8-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കുറച്ചുകൂടെ വിശദമായിട്ട് പറയുന്നു, അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ ഇതിൻ്റെ മറുവശമുണ്ട്. പല ആളുകളും ചിന്തിക്കുന്നു, ദൈവത്തിന് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. മനുഷ്യൻ പാപം ചെയ്തില്ലേ, അവൻ അതിൽ ജീവിച്ചോട്ടെ, അവൻ ലോകത്തെ അനുഭവിച്ചോട്ടെ, അവൻ പാപത്തിൻ്റെ അന്ധകാരത്തിൽ തുടരട്ടെ, ദൈവം യേശുവിനെ നൽകണ്ടായിരുന്നല്ലോ. പക്ഷേ ഇവിടെ പറയുന്നു, അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സകല ജ്ഞാനവും ദൈവത്തിൻ്റെ വിവേകവുമായിട്ടാണ് ഈ വീണ്ടെടുപ്പ് നമുക്കായി നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ വിവേകമാണ്. ഒരിക്കലും ചിന്തിക്കരുത് ദൈവത്തിന് അബദ്ധം പറ്റിയെന്ന്. ദൈവത്തിന് അബദ്ധം പറ്റിയിട്ടില്ല. മറിച്ച് ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ വിവേകമാണ്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു മൂലമുള്ള നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവുമാണ്. അതനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ നമ്മെപ്പോലെ ഭാഗ്യമുള്ളവർ, അനുഗ്രഹിക്കപ്പെട്ടവർ വേറെയില്ല. അതേ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് അതിക്രമങ്ങളുടെ പാപമോചനം ലഭിച്ചുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഈ ഒരു വീണ്ടെടുപ്പിൽ
പങ്കാളികളാകാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതായ ആ യാഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ വീണ്ടെടുപ്പ് അനുഭവിച്ചറിയാൻ സാധിക്കും. സ്വർഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ആ വലിയ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ നീ അവരെ സഹായിക്കണം. കർത്താവേ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ രക്ഷയിൽ ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാൻ ഓരോ ദിവസങ്ങളും ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ ഞങ്ങൾ നിഷ്കളങ്കരും വിശുദ്ധരും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയുന്നതായ ഉറപ്പിൽ ജീവിക്കുന്നവരായിരിക്കാൻ തക്കോണം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.